ഹായ് ഡിയേഴ്സ്, ആയുർസിദ്ധിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്ന രംഭ ഇലയാണ്. ഇത് പാചകത്തിന് രുചി കൂട്ടാനായിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു ഇലയാട്ടോ. അപ്പോൾ ഇതിനെ ബിരിയാണി കൈത എന്നൊരു പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ശരിക്കും ഒരു കൈതയുടെയൊക്കെ ഒരു ചെറിയ വെർഷൻ, അത്രയും വലുതാവില്ല ഇലകൾ, അതിലും ചെറിയ ഇലകളോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ നട്ടാൽ പിടിക്കും കേട്ടോ. അതിന് പ്രത്യേകിച്ച് വളം കാര്യങ്ങളൊന്നും വെക്കണമെന്നില്ല. നമ്മൾ അതിൻ്റെ ആ ഒരു കടഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ മേളിൽ നിന്നെല്ലാം നമ്മൾ മാറ്റിയ ശേഷം ആ കടഭാഗം നട്ടെടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാവും. ദാ ഇവിടെ നിന്നൊക്കെ ഇത് ഒടിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ കാണില്ലേ, ബാക്കി ഭാഗം തന്നെ അതിൻ്റെ അടുത്ത് വളർന്ന് വന്നോളും. അങ്ങനെയാണ് ഇത് കൂടുതൽ ഉണ്ടാവും. നമ്മൾ ഒടിക്കുന്ന ഭാഗത്തു നിന്ന് തന്നെ ഇത് ധാരാളമായിട്ട് പൊട്ടിയുണ്ടാവും. അപ്പോൾ ഈ വേരുകൾ ആ ഭാഗം അത് നട്ടാൽ മതി, പെട്ടെന്ന് തന്നെ ഇത് പൊടിച്ച് ഇത് ഫലം തരുന്ന കേട്ടോ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ പാചകത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ബിരിയാണിയിൽ ഇത് ധാരാളമായിട്ട് ചേർത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, മട്ടൻ, പിഗ് എന്ത് വെച്ചാലും നമ്മൾക്ക് ഈ ഇല അതിൽ ചേർത്ത് അത്രയ്ക്ക് രുചിയുണ്ടാവും. ഒരു പ്രത്യേക തരം ഒരു സുഗന്ധവുമൊക്കെ നമ്മൾക്ക് തരും. ഇത് ഇപ്പോൾ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ ഇല ഇതുപോലെ മുറിച്ചിടാവുന്നതാണ്. പച്ച ഇലയും നമുക്ക് ഉപയോഗിക്കാം, ഉണക്കി മാറ്റി വെച്ച ഇലയും നമുക്കിടാം കേട്ടോ. പച്ച ഇല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ചെറിയ പീസുകളാക്കി എടുത്തിട്ടാണ് നമ്മളിത് ഉണക്കിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിനെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു നല്ല കവറുകളിലോ ഒക്കെ ആക്കി കെട്ടി വെക്കാവുന്നതാണ്. കെട്ടി വെച്ച ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ അങ്ങനെ ഡോറിൽ കീപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പുറത്ത് വെച്ചാലും മതി. പിന്നെ ഇതിന് ഒരുപാട് ഔഷധ ഗുണങ്ങളും ഉണ്ട്. ഈ വാതസംബന്ധമായ അസുഖങ്ങളുള്ളവർ ഇതിൻ്റെ ഇലയൊക്കെ ഈ വെളിച്ചെണ്ണയിൽ നമ്മൾ ദന്തപാലയൊക്കെ ചെയ്യുന്ന പോലെ ഇട്ട് വെച്ച ശേഷം അത് ആ ഭാഗങ്ങളിൽ പുരട്ടി കൊടുത്താൽ വേദനയ്ക്കൊക്കെ നല്ല കുറവ് കിട്ടാറുണ്ട്. പിന്നെ ഈ തലവേദന, ചെവി വേദന മുതലായ വേദനകൾക്കൊക്കെ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ ഒരു ഹെർബൽ ടീ ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ചെറിയ പീസ് ഇട്ട് നോക്കിയോ, വളരെ ഗുണമാണ്. ഇത് ദഹനത്തിന് നല്ലതാണെന്ന് പറയും. അതുപോലെ തന്നെ ശരീരത്തിൽ അമിതമായിട്ടുണ്ടാകുന്ന കൊഴുപ്പിനെ തടയാനും ഈ ഒരു ഇല പാചകത്തിലൊക്കെ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. ഏറ്റവും കൂടുതലായിട്ട് ഇത് കിട്ടുന്നത് തിരുവനന്തപുരം ഭാഗത്താണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് ഞങ്ങളും ഇത് കൊണ്ടുവന്ന് പിടിപ്പിച്ചതും എടുത്തതൊക്കെ. അപ്പോൾ ഇതൊക്കെ കിട്ടിയാൽ ഏറ്റവും കൂടുതൽ എല്ലാവരും നട്ട് പിടിപ്പിക്കാൻ തന്നെ ശ്രമിക്കുക. ഒരൊറ്റ തണ്ട് മതി. തണ്ടെന്ന് പറഞ്ഞാൽ തണ്ടോട് കൂടി വേരും തണ്ടും കൂടിയുള്ളൊരു ഭാഗം അത്ര മതി. അത് നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ പറമ്പിൽ നട്ട് കൊടുത്താൽ നന്നായിട്ടുണ്ടാകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആയുർസിദ്ധിയുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഒരുപാട് വീഡിയോസ് ഇടാനുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്.